വയനാട്ടിൽ ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണമുണ്ടായി. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി. സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോന് പരിക്കേറ്റു. ബാവലി ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മുടെ മാഫിയ സംഘങ്ങളും ഈ ലഹരി കടത്തുന്ന ആളുകളും എത്ര ശക്തന്മാരാണ് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, യഥാർത്ഥം നമ്മുടെ സേനയെയും നമ്മുടെ പോലീസുകാരെയും നമ്മുടെ എക്സൈസ് ഫോഴ്സിനെയും ആക്രമിക്കാൻ പോലും കരുത്ത് കാണിക്കുന്ന നരാധമന്മാരായി ഇവരൊക്കെ മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ. SKN, ഈ സംഭവം ഉണ്ടായത് ബാവലി ചെക്ക് പോസ്റ്റിലാണ്. ഈ ചെക്ക് പോസ്റ്റുകളിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ എക്സൈസിന്റെയും പോലീസിന്റെയും എല്ലാം തന്നെ കർശന പരിശോധനയുണ്ട്. അത്തരം പരിശോധനയാണ് ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്നിരുന്നത്. ഇതിനിടയിൽ ആണ് ഒരു ബൈക്ക് എത്തിയത്. ആ ബൈക്കിൽ ഉണ്ടായിരുന്ന ആൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ തട്ടിത്തെറിപ്പിച്ച് കടന്നു പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ ആയിട്ടുള്ള ജയ്മോനാണ് പരിക്കേറ്റിരിക്കുന്നത്. തലയ്ക്ക് സാരമായി പരിക്കുണ്ട്. ഒപ്പം തന്നെ 3 പല്ലുകൾ നഷ്ടമായി. ഈ താടിയലിനും പരിക്കേറ്റിട്ടുണ്ട്. ഈ പ്രതി നേരത്തെയും ലഹരികടത്തിൽ അറസ്റ്റിലായിട്ടുള്ള ആളാണ്. 5-ാം മൈൽ സ്വദേശിയായുള്ള ഹൈദറാണ് ഈ പ്രതി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായി. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ജയ്മോന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. മേപ്പാടിയിലെ മുപ്പൻസ് മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. ആദ്യം മെഡിക്കൽ കോളേജിൽ, അതായത് മാനന്തവാടിയിൽ എത്തിച്ചു. അതിനുശേഷം നേരെ മാറ്റിയത് മുപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കാക്കി അതുമായി ബന്ധപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ എക്സൈസിന്റെ പരിശോധന തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള ഹൈദർ നേരത്തെയും നിരവധി ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.